ചപ്പം ക്ലബിന്റെ ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മളൊരു ചാനൽ ഇന്റർവ്യൂ നടത്തുക. ശ്രീ സി പി സുഗതൻജി വളരെ കാലമായി അറിയപ്പെടുന്ന ഒരു സ്വയംസേവനാണ്. ഹിന്ദു സമൂഹത്തിനിടയ്ക്കുള്ള ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരനാണ്. കേരളത്തിലെ BJPയുടെ അധികാരത്തിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരിൽ ഒരാൾ കൂടിയാണ്. കേരളത്തിലെ BJP അധികാരത്തിൽ വരുന്നതിനുള്ള തടസ്സങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഇന്ന് അദ്ദേഹമായിട്ട് നമുക്ക് ചോദിക്കാം. താങ്കൾ 1980 തൊട്ടുള്ള ഇലക്ഷനിൽ എല്ലാം വളരെ സജീവമായിട്ട് വീക്ഷിക്കുന്ന ഒരാളാണ്. 80 തൊട്ട് 2024 വരെയുള്ള BJPയുടെ കേരളത്തിലെ ഇലക്ഷൻ പെർഫോമൻസിനെ പറ്റിയിട്ട് താങ്കളുടെ അഭിപ്രായം? അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഞാൻ ഏകദേശം 22 വർഷം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്ത് മോദിജിയൊക്കെ വരുന്നതിന് മുമ്പ്, വാജ്പേയിജിയും അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അന്നത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സംഘപരിവാറുകാര് ഒരു ബ്രാൻഡഡ് ഐറ്റമാണ്. അപ്പൊ നമ്മൾ സമൂഹത്തിൽ വലിയ പ്രസക്തി ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഇലക്ഷന് നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാര് LDF UDFിൽപ്പെട്ട ആൾക്കാർ ചിരിക്കാൻ തുടങ്ങും. കാരണം നമ്മൾക്കൊന്നും വോട്ട് കിട്ടത്തില്ല എന്നുള്ള ഒരു സങ്കല്പം. ഇറ്റ് ഈസ് ആക്ച്വലി ഒരു ഫാക്റ്റ് ആയിരുന്നു. അത് തോൽക്കാൻ വേണ്ടിയുള്ള ഒരു മത്സരമാണത്. പക്ഷെ എന്നാലും നമ്മൾ ഫൈറ്റ് ചെയ്യുന്നിരുന്നു. ബഹുമാനപ്പെട്ട രാജേട്ടനായാലും ഒക്കെ ഇവിടെ ഇലക്ഷനിൽ മത്സരിക്കുമ്പോഴേ വിക്രമപിള്ള ചേട്ടന്, രാമപിള്ള ചേട്ടനൊക്കെ മത്സരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വലിയ ഗ്യാങ് ഉണ്ടാക്കി. ഞാനൊരു മൈസെൽഫ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഇദ്ദേഹത്തിന് വേണ്ടി അങ്ങ് പ്രവർത്തിക്കുവാണല്ലോ. പക്ഷെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന കൂട്ടത്തിലായതുകൊണ്ട് അന്ന് പ്രവർത്തിച്ചിരുന്നു. അന്ന് നമുക്ക് 4% മുതൽ 5% വരെയാണ് മാക്സിമം വോട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുവാണെങ്കിൽ, അപ്പൊ ഈ BJPക്ക് ഞാൻ അന്ന് ഒരു സ്വയംസേവകനായിട്ടും ഒരു നിരീക്ഷകനായിട്ടും ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഒരു പ്രവർത്തകനായിട്ടും കേരളീയ ഹിന്ദു സമൂഹത്തെ വീക്ഷിച്ചിട്ടുള്ളത്തോളം നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഈ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പിന്തുണ നമ്മൾക്ക് വളരെ കുറവായിരുന്നു ആ കാലത്ത്. അതായത് വാജ്പേയി അധികാരത്തിൽ വരുന്ന കാലം മുമ്പ്, അല്ലെങ്കിൽ മോദിജി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിലെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർബൻ ഒരു മുന്നോക്ക വിഭാഗങ്ങളുടെ ഒരു പാർട്ടിയായിട്ടാണ് BJP അറിയപ്പെട്ടത്. പക്ഷെ ഇപ്പൊ സിറ്റുവേഷൻ മാറി. അതാണ് അതിൻ്റെ അകത്തിലെ ആ തുടക്കത്തിലുള്ള സിറ്റുവേഷൻ. അപ്പൊ ഇനി അങ്ങ് ചോദിച്ചതിന് അടുത്ത മറുപടിയൂടെ ഞാൻ പറയാം. 2004 അതായത് വാജ്പേയി ഗവൺമെന്റിന്റെ രണ്ടാം വരവോട് കൂടിയിട്ടാണ് കേരളത്തിലെ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരു വലിയ ഒരു മാറ്റം, ഹിന്ദു സമൂഹത്തിനിടയ്ക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ തുടങ്ങുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റീസർജൻസ് വടക്കേ ഇന്ത്യയില് ഹിന്ദുക്കളുടെ ഇടയിൽ, പ്രത്യേകിച്ച് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിൽ BJPക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. OBC ദളിത് വിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് കല്യാൺ സിംഗിന്റെ വരവോടുകൂടി, UPയിലെ കല്യാൺ സിംഗിന്റെ വരവാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ആ സമയത്ത് രാമജന്മഭൂമി പ്രശ്നങ്ങള് ഒക്കെ 92 അപ്പൊ 92 രാമജന്മഭൂമി പ്രശ്നത്തിലെ കല്യാൺ സിംഗിന്റെ ഒക്കെ പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ടാണ് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഒരു പിന്തുണ BJPക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുവരെ ജനസംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രേഡേഴ്സിന്റെ പാർട്ടി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു മുന്നോക്ക വിഭാഗങ്ങളുടെ ഒരു പാർട്ടി, ഒരു ബനിയ പാർട്ടി എന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞു. ഒരു സ്വയംസേവകൻ എപ്പോഴും സത്യം പറയണമല്ലോ. അപ്പൊ അതാണ് അതിന്റെ അകത്തിലെ വാണിയ പാർട്ടി എന്ന് പറയും. അല്ലെന്നുണ്ടെങ്കിൽ വടക്കേ ഇന്ത്യയില് അതിനെന്തോ മാർവാടി പാർട്ടി എന്ന് പറയും. പക്ഷെ കേരളത്തിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഈ RSS BJP വിഭാഗങ്ങളില്, നമ്മുടെ അയോധ്യ മൂവ്മെന്റിന്റെ കാലത്ത് പോലും നമ്മളൊരു മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട, പ്രത്യേകിച്ച് നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു അതിന്റെ അതിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പിന്നെ SNDP പോലുള്ള പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങൾ വളരെ കുറവായിരുന്നു. പിന്നെ അടുത്ത കാലഘട്ടം എന്ന് പറയുമ്പോഴാണ് ഈ മോദിജിയുടെ വരവോട് കൂടിയിട്ടുള്ള. അപ്പൊ നമ്മളെ ഇലക്ഷൻ എല്ലാ കാലത്തും നമുക്കൊരു 4 മുതൽ 5% വരെ വോട്ട് ബാങ്കായിരുന്നു. പിന്നെ മോദിജിയുടെ വരവോട് കൂടിയിട്ടാണ് BJP വടക്കേ ഇന്ത്യയില്
രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ക്ലച്ച് പിടിക്കുന്നത്. സംഘത്തിന്റെ പ്രവർത്തനം വലിയ രീതിയിൽ അതിന് സഹായകരമായിട്ടുണ്ട്. പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ പരിവാർ സംഘടനകളിൽ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നോർത്ത് ഇന്ത്യയിൽ തുടങ്ങുന്നത് ശിവസേനയുമായിട്ടുള്ള ബിജെപിയുടെ അലയൻസിലാണ് അവർ തുടങ്ങുന്നത്. ബിജെപിക്ക് ഇത് ഒറ്റയ്ക്ക് പറ്റത്തില്ല എന്ന് തോന്നിയിട്ട് ഇപ്പൊ ഈ രാമജന്മഭൂമി രഥയാത്രയ്ക്കായാലും ബിജെപി അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ടാണെങ്കിലും ആൾക്കാരായിട്ടാണ് ശിവസൈനികരാണ് അന്ന് കൂടുതൽ ബിജെപിയുടെ കൂടെ ഉണ്ടായത്. എക്സാക്ച്വലി അങ്ങക്ക് ആ കാര്യത്തെ പറ്റി അങ്ങയുടെ നോളജ് വളരെ കറക്റ്റാണ്. കാരണം ഞാൻ കർസേവയിൽ പങ്കെടുത്ത ഒരാളാണ്. അപ്പൊ കർസേവയില് ആ ഡോമിൽ കയറി അത് പൊളിക്കാൻ കൂട്ടുന്ന ഒരാളെന്നുള്ള നിലയിലാണ്. പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ മേശരിയാണ്, ഞാൻ മേശരിയാണ്. ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ പോയെങ്കിൽ സുഗതൻ മേശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ച മേശരിയാണ്. പൊളിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ചുമന്ന കല്ലെടുത്തോണ്ട് വീട്ടിലേക്ക് വന്നു എന്നൊക്കെയാണ് പറയുന്നത്. സത്യമാണത്. പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ടൊന്നും വെച്ചിട്ടില്ല. പക്ഷെ ഞാനത് പറയാൻ കാര്യം ആൾക്കാരെ യോജിച്ചിട്ട് കൊടുത്തില്ല എന്ന് പറയാൻ. അപ്പൊ ഇതിന്റെ അകത്തില് നമ്മളപ്പോ ആ സാമൂഹ്യ ആ ഒരു മാറ്റം എന്ന് പറയുമ്പോഴേ ഇപ്പൊ മഹാരാഷ്ട്രയിലൊക്കെ ശിവസേനയായിരുന്നു, ശക്തിയായിരുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഈ അയോധ്യ മൂവ്മെന്റില് ഈ ബാബറി കെട്ടിടം പൊളിക്കാനും അയോധ്യ മൂവ്മെന്റില് ബാൽ താക്കറെജിയുടെ ശിവസൈനികര് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങയോട് സത്യം പറയുകയാണ്. ഞാനവിടെ ഈ പൊളിച്ചുകൊണ്ടിരുന്ന സ്വയം സേവകർ പൊളിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഇടതും വലതും മുൻവശത്തും പിൻവശത്തും എല്ലാം ശിവസേന അവരില്ലായിരുന്നേ നടക്കത്തില്ലായിരുന്നു. ഇത് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു പൊളിറ്റിക്കൽ വില്ല് ബിജെപിക്ക് ഒറ്റയ്ക്കില്ലായിരുന്നു. ബാൽതാക്കറയുടെ ഒരു പൂർണ്ണ മനസ്സോർണ്ണ ഇതാണ്. ഞാൻ അയോധ്യയില് അവിടെ കർസേവയില് ആ ഡോമിൽ കർസേവ നടത്തിയ ഒരു മലയാളി എന്നുള്ള നിലയില് ഞാൻ കണ്ടത് നമ്മുടെ സ്വയം സേവകരുണ്ടായിരുന്നു, സംഘത്തിന്റെ വലിയൊരു പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. പക്ഷെ പിന്നീട് വന്നപ്പോഴേ എനിക്കുണ്ടാവുന്ന ദുഃഖം, നമ്മൾ ഈ ശിവസൈനികരെയൊക്കെ അങ്ങ് മറന്നു പോകുന്നു എന്നുള്ള ഒരു വലിയ ദുഃഖമുണ്ട്. അതിപ്പോ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ കർസേവ നടത്തിയ സ്വയം സേവകരെയെല്ലാം അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ പൂജ കഴിഞ്ഞപ്പോഴേ ഞങ്ങളെ 1241 പേരെ ഇവിടുന്ന് ഒരു സംഘം ഒരു സ്പെഷ്യൽ ട്രെയിൻ കൊണ്ടുപോയിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ അവിടെ ശിവസൈനികരെ ഒന്നും അവിടെ കൊണ്ടുവന്ന് ഞാൻ കാണുന്നില്ല. പക്ഷെ നമ്മുടെ കൂടെ നിന്നുവരെ നമ്മൾ കൂടെ കൂട്ടണമായിരുന്നു എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യം അധികാരത്തിൽ വരാൻ പറ്റാത്തതിനുള്ള ഒരു പ്രധാന സാഹചര്യമായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കേരളത്തിൽ സംഘപരിവാർ എന്ന് പറയുന്ന മറ്റ് സംഘടനകളുടെ സപ്പോർട്ട് ബിജെപിക്ക് പൂർണ്ണമായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമാണ്. കാര്യം നോർത്ത് ഇന്ത്യയിൽ ഇപ്പം ബജരംഗ് ദളായാലും അന്ന് ബജരംഗ് ദൾ ഇല്ല, അന്ന് രാമസേന ഉണ്ടായിരുന്നു. കർണാടകയിൽ രാമസേന ഉണ്ടായിരുന്നു. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പിന്നെ വിശ്വ ഹിന്ദു പരിഷത്തിനും പല ഓർഗൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് ഓർഗൻസ്, അതായത് സോഷ്യലി ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഈ ഒരു കാര്യത്തിൽ, ഈ രാമക്ഷേത്രം എന്നൊരു കാര്യത്തിൽ ഒരുമിച്ച് വരികയും അന്ന് ഈ രാമക്ഷേത്രം വരണമെങ്കിൽ ബിജെപിക്ക് അധികാരം മസ്റ്റ് ആണെന്നുള്ളൊരു ചിന്തയിലായിരുന്നു വാജ്പേയി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. പക്ഷെ കേരളത്തിലെ ആ ഒരു രീതിയിലുള്ള ഒരു മൂവ്മെന്റിന് അന്ന് പലരും തയ്യാറായിട്ടില്ലായിരുന്നു. ഇന്ന് അവർ തയ്യാറാണെങ്കിലും ബിജെപി അവരെ കൂട്ടാനുള്ള ഒരു വിഷമതയിൽ അങ്ങ് നിൽക്കുകയാണ്. കാര്യം ഈ RSSകാർ മാത്രം വെച്ചിട്ട് കേരളത്തിൽ ബിജെപി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ടാണ് നമ്മൾ കാണുന്നത്. മറ്റ് പരിവാർ സംഘടനകൾ, ഇപ്പൊ ക്ഷേത്ര സംരക്ഷണ സമിതി ആയാലും, താങ്കൾ ഓർമ്മയ്ക്കുണ്ടാവും മുമ്പ് തിരുവനന്തപുരത്ത് ശ്രീ കേരളവർമ്മ രാജ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ഹിന്ദു മുന്നണി എന്ന് പറഞ്ഞുകൊണ്ടൊരു മുന്നണി ഉണ്ടാക്കി. അദ്ദേഹം തിരുവനന്തപുരത്തല്ല കേരളത്തിൽ തന്നെ ബിജെപിയുടെ BJP ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ വോട്ട് ആദ്യം 1 ലക്ഷത്തോളം വോട്ട് ആദ്യം സമാഹരിക്കുന്ന, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം 1,10,000 വോട്ട് അന്ന് തിരുവനന്തപുരത്ത്. ഈ 1 ലക്ഷത്തോളം വോട്ട് തിരുവനന്തപുരത്ത് നേടണമെങ്കിൽ അതിന് തൊട്ട് മുമ്പായിട്ട് കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരു മൂവ്മെന്റ് ഉണ്ടായി. ഹിന്ദു മഹാസമ്മേളനം നടത്തിയായിരുന്നു ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള. അതിനുശേഷമാണ് ഈ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർത്തണമെന്നും അദ്ദേഹത്തിന് 1 ലക്ഷത്തോളം വോട്ട് കിട്ടും. അതിനുശേഷമാണ് ബിജെപിക്ക് കേരളത്തിൽ ഒരു നിർണായക ശക്തി എവിടെയെങ്കിലും ആവാൻ പറ്റുമെന്നുള്ളൊരു ധാരണ ബിജെപിക്ക് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അതിന്റെ തുടർ നീക്കങ്ങൾ ഇപ്പൊ ഹിന്ദു മുന്നണിയായിട്ടായാലും മറ്റു പരിവാർ സംഘടനകളായിട്ടും ബിജെപിക്കുള്ള ഈ സഹകരണത്തിന്റെ ഒരു കുറവ് നമ്മൾ ഈ കഴിഞ്ഞ ഇലക്ഷനുകളിൽ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ഞാൻ വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു സ്വയം സേവനാണ്.
ഞാൻ ഏറെക്കാലം ചണ്ഡീഗഡിലായിരുന്നു, പഞ്ചാബിലായിരുന്നു, ഇവിടെയായിരുന്നു. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ കേരള BJP ആൻഡ് നോർത്ത് ഇന്ത്യൻ BJP എന്ന് കേരള BJP പാറ്റന്റ്. പക്ഷേ സംഘത്തിന്റെ ഒരു പൊളിറ്റിക്കൽ വിഭാഗമാണ് ഇവിടെ ആയാലും. BJP എന്നുള്ളൊരു പേര് കേരളത്തിലെ ഒരു അനക്കി വിട്ടത് താങ്കളാണ്. അല്ല, അത് ഞാൻ സുരേന്ദ്രൻജി അല്ല അത് സുരേന്ദ്രൻജി പറഞ്ഞത് ശരിയാണ്. ഞാൻ അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തിരുന്നതാണ്. അതായത് ഈ BJPക്ക് മറ്റു ക്വാർട്ടേഴ്സ് താങ്കൾ പറഞ്ഞ KJP എന്ന് മാറി ഇപ്പൊ അത് CJP എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ഞാനത് പറയാം. ഐ ആം കമ്മിങ് ടു ദാറ്റ് പോയിന്റ്. ഇപ്പൊ വടക്കേ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ രാമജന്മഭൂമി പ്രശ്നം, അതുപോലെ ഏത് പ്രശ്നത്തിലായാലും സംഘത്തിന്റേതും സംഘപരിവാർ സംഘടനകളുടേതും ഒരു 75% BJPക്ക് സപ്പോർട്ടായിട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. BJPക്കുള്ള ലോജിസ്റ്റിക് മുഴുവനും ഈ പരിവാർ സംഘടനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഒരുവിധം പറഞ്ഞു കഴിഞ്ഞാൽ BJPയെക്കാട്ടിൽ സ്ട്രോങ് ആണ് അവിടെ. അതിൽ നിന്നുണ്ടാകുന്ന എനർജിയാണ് BJP പൊളിറ്റിക്കലി ഇങ്ങോട്ട് വടക്കേ ഇന്ത്യയിലേക്ക് അത് ട്രാൻസ്ഫോർമേഷൻ വരുത്തിയത്, അത് ട്രാൻസ്ഫർ ചെയ്തത്. നമുക്ക് തന്നെ എല്ലാ പരിവാർ സംഘടനകളുടെയും ഒരു വലിയ ശക്തി BJPക്ക് വടക്കേ ഇന്ത്യയിൽ ലഭ്യമായിട്ടുണ്ട്. അത് വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യാനും ഈ പരിവാർ സംഘടനകൾ RSSന്റെ നേതൃത്വത്തിൽ സഹായിച്ചിട്ടുണ്ട്. RSS അവിടെ ലോജിസ്റ്റിക് സപ്പോർട്ട് ഏറ്റവും നല്ലോണക്ക് നൽകുന്നത് വടക്കേ ഇന്ത്യയിലാണ്. അത് BJP കൃത്യമായിട്ടുള്ള ഒരു ഫോർമുലയിൽ കൂടെ ഉപയോഗിക്കുന്നു. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോഴേ ഈ പരിവാർ സംഘടനകൾ ഒന്നും ശക്തമല്ല. അതായത് വിശ്വ ഹിന്ദു പരിഷത്ത് നോമിന് അവർ വളരെ സംഘടനാപരമായിട്ട് വലുതായിട്ടൊന്നും ഇവിടെ റിഫ്ലക്ട് ചെയ്തിട്ടില്ല. അതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, മറ്റു സംഘടനകളിലൊന്നും പ്രവർത്തകരെ കൊടുക്കാനും അവിടെ അവരുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനൊന്നും കേരളത്തിലെ സംഘം അധികം മുൻകൈ എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ SNDPയിലായാലും ഇപ്പൊ നോർത്ത് ഇന്ത്യയിലെ പല സംഘടനകളിലും സ്വയം സേവകര് സമർപ്പിതമായിട്ട് വർക്ക് ചെയ്യുന്ന സ്വയം സേവകർ പല സംഘടനകൾ. ഇപ്പം താങ്കൾക്കറിയാം, ഈ INTUCയിലായാൽ പോലും നേരത്തെ നിതിൻ ഗഡ്കരി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കേരളത്തില് BJP ഒഴിച്ച് മറ്റ് സംഘടനകളിലൊന്നും സ്വയം സേവകർ വർക്ക് ചെയ്യണ്ട എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് കേരളത്തിൽ പൊതുവെ കാണുന്നത്. നോർത്ത് ഇന്ത്യയിൽ അതങ്ങനെ അല്ലായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ എല്ലാ പാർട്ടികളിലും സ്വയം സേവകർ ഉണ്ടാവും. അതെ, അതിന് വേറൊരു വശം കൂടെ ഉണ്ട്. അപ്പൊ കേരളം ഞാൻ മുമ്പേ പറഞ്ഞ ഒരു ബ്രാൻഡഡ് ഐറ്റം. അപ്പൊ നമ്മുടെ BJPയിൽ തന്നെ പ്രവർത്തിക്കാൻ ആളില്ല. സംഘത്തിന്റെ ശാഖകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്വയം സേവകരും ഈ വടക്കേ ഇന്ത്യൻ ശൈലിയിലേക്കുള്ള ഒരു ഹിന്ദുത്വ മൂവ്മെന്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ ആക്ടിവിറ്റീസിലേക്ക് ഇവിടെ കടക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ AG's ഓഫീസിലായിരുന്നു. ഞാൻ അവിടെ വന്നു കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരുടെ ആധിപത്യം അവസാനിപ്പിക്കാൻ വേണ്ടി BMSന്റെ നേതൃത്വത്തിലുള്ള നാഷണൽ അക്കൗണ്ട്സ് അസോസിയേഷൻ രൂപീകരിച്ചു. അപ്പൊ അവിടെ ഞാൻ AG's ഓഫീസിലുള്ള ഉദ്യോഗസ്ഥന്മാര് എത്ര പേര് സംഘ അനുഭാവികളുണ്ടെന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ അവര് വെളിയിൽ വരുമ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകരാണ്. പക്ഷെ AG's ഓഫീസിൽ വരുമ്പോൾ അവർ CPMന്റെ കൂടാണ് നിൽക്കുന്നത്. അപ്പൊ അതായത് ഒരു സംഘപരിവാറിനൊപ്പം നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ ഒരു കമ്മ്യൂണിസ്റ്റ് മെന്റാലിറ്റികൾ വളരെയധികം വ്യാപിച്ചിരിക്കുന്ന കേരളത്തിൽ ഉണ്ടായതുകൊണ്ട് ഈ വിശ്വ ഹിന്ദു പരിഷത്ത് അതുപോലുള്ള പ്രസ്ഥാനങ്ങൾ വടക്കേ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചപ്പോഴേ കേരളത്തിൽ അതൊരു വർഗീയ പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ അതുമായിട്ട് സഹകരിച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രാൻഡ് ചെയ്യപ്പെടും കൂടുതൽ എന്നുള്ള ഒരു ധാരണ സ്വയം സേവകരുടെ ഇടയിൽ വന്നതുകൊണ്ട് ഈ സംഘടനകളൊന്നും ക്ലച്ച് പിടിക്കാതെ പോയി കേരളത്തില്. അതിന് വലിയ പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നോമിനലായിട്ട് എല്ലായിടത്തും വിശ്വ ഹിന്ദു പരിഷത്ത്, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തനമുണ്ട്. പക്ഷെ വടക്കേ ഇന്ത്യയില് BJPയെ സംഘപരിവാർ സംഘടനകൾ സഹായിച്ചതിന്റെ കൂട്ട് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തില് അവർക്ക് വളർച്ചയുണ്ടായില്ല, അവർക്ക് സഹായിക്കാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് BJPക്ക് ഇലക്ടോറലായിട്ട് മോദിജിയുടെ കാലം വരെയും വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ പറ്റിയില്ല. പക്ഷെ പിന്നീട് വന്ന കാലത്ത് ഒരു ചെറിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ ബാലാരിഷ്ടതകളിൽ നിന്നൊന്നും മാറിയിട്ടേ ഉള്ളൂ, നമ്മൾ ക്ലച്ച് പിടിക്കാറായിട്ടില്ല.